ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. നിങ്ങളുടെ കുറേ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ അതിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ചില ബാങ്കുകൾ മൈനസ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നു. -20,000, -30,000, -40,000 ആയിട്ട് കാണിക്കും. അപ്പോൾ അത് കുറേ പേർക്ക് സംശയം ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് പണ്ട് വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഈ ബാങ്കിൽ തന്നെ നെഗറ്റീവ് ബാലൻസ് സിവിൽ സ്കോറിനെ എഫക്ട് ചെയ്യുമോ, അത് എന്തൊക്കെ, ഇത് എന്താ പ്രശ്നം സംഭവം എന്നൊക്കെ വെച്ചിട്ട് കുറേ കമന്റ് വരാറുണ്ട്. അപ്പോൾ എനിക്കും ആക്ച്വലി ഒരു ലെറ്റർ വന്നിട്ടുണ്ട് IDFC ബാങ്കിന്റെ സൈഡിൽ നിന്ന്. എനിക്ക് ഒരു 4 കൊല്ലം മുമ്പ് നമുക്ക് ആക്ച്വലി ഒരു മോളിൽ നിന്നാണ്, ഷോപ്പിംഗ് മോളിൽ നിന്ന് ഒരു ലേഡി വന്നിട്ട്, അവരുടെ ഒരു ബ്രാഞ്ച് സംഭവമൊക്കെ ഉണ്ട്. ബ്രാഞ്ച് അല്ല, ഒരു സെറ്റപ്പ് സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ സംഭവം കണ്ടില്ലേ, അതുപോലെ അവർക്ക് ടാർഗറ്റ് ഉണ്ട്, ഒന്ന് പ്ലീസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ട് ഞങ്ങൾ എടുത്താണ്. അന്ന് അവർ പറഞ്ഞത് 0 ബാലൻസ് അക്കൗണ്ട് എന്നൊക്കെ. ഞാൻ പിന്നെ നോക്കാനും പോയില്ല, അങ്ങനത്തെ തിരക്കും സംഭവമൊക്കെ ആയിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് അറിഞ്ഞത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ടാണ്. അതും 25,000 രൂപയ്ക്കാണ് ഇതിന് മിനിമം ബാലൻസ് IDFC ബാങ്കിന്റെ. തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല IDFC ബാങ്ക്. നിങ്ങൾക്ക് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ വൺ ഓഫ് ദ വേസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ കത്തിയുടെ ആശാന്മാരാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ബ്ലേഡിന്റെ ചാട്ടനായിട്ട് വരും. അമ്മാരി കത്തിയാണ് അമ്മര്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഉപയോഗിക്കാറില്ല. 25,000 രൂപ അവർക്ക് ഇതിൽ കീപ്പ് ചെയ്തിട്ട് 3% വേണ്ടി നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ ഭ്രാന്തല്ലേ. അപ്പോൾ നമുക്ക് എത്ര വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു എന്താ പറയുക, സ്മോൾ ഫിനാൻസ് ബാങ്കിലിട്ടാൽ പോലും നമുക്കൊരു FD ആയിട്ട് നമുക്ക് ഇട്ടാൽ പോലും തന്നെ നമുക്കൊരു 8.75% നമുക്ക് കിട്ടും. അപ്പോൾ 3% ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഇട്ടെടുക്കില്ലേ, ഭ്രാന്തല്ലേ. അപ്പോൾ അതിന് വന്നിരിക്കുന്നത് ഞാൻ അത് ഉപയോഗിക്കാറില്ല. സാധനം ഡോർമെന്റ് അക്കൗണ്ട് ആയത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ലെറ്റർ കുറെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് വന്നേക്കുന്നത്. അതിന്റെ ലെറ്ററാണ്, ഞാൻ വായിക്കാം. ഇതാണ് സംഭവം. ജസ്റ്റ് സംഭവമാണ്. അത് കുറെ പേർക്കുള്ള സംശയമായിരിക്കും. നമ്മൾ ഈ മൈനസ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം, ഇത് സിബിൽ സ്കോർ ആദ്യം തന്നെ ക്ലിയർ തൊട്ടെ. ഇത് സിബിൽ സ്കോർ ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് സംഭവമൊന്നും നമ്മുടെ സിബിൽ സ്കോർ ആയിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ ആരെങ്കിലും മേടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണിയാക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇതിലും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബാലൻസ് കീപ്പ് ചെയ്യില്ല, അങ്ങനെ ഒരു സിബിൽ സ്കോർ ആയിട്ട് ഈ സാധനത്തിന് ഒരു എന്താ പറയുക, 7 ലക്ഷത്ത് പോലും സിബിൽ സ്കോർ ക്രെഡിറ്റ് ആയിട്ടാണ് ബന്ധം. അല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള കാശായിട്ടൊരു ബന്ധമില്ല കേട്ടോ. അതാണ് ഇതിന്റെ ഡിഫറൻസ്. നമുക്ക് എന്തൊരു മെസ്സേജ് അപ്പോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വായിക്കാം. ഇതിൽ വന്നേക്കുന്നതാണ് ദ റീആക്ടിവേഷൻ ഓഫ് യുവർ സേവിങ്സ് അക്കൗണ്ട് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് സബ്ജക്ട് വന്നേക്കുന്നത്. ദിസ് ലെറ്റർ ഇസ് റിഗാർഡിംഗ് സേവിങ്സ് അക്കൗണ്ട് കറസ്പോണ്ടിങ് ടു കസ്റ്റമർ ID ഓപ്പൺ ഡൗൺ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് വിത്ത് IDFC ബാങ്ക്. വി ഒബ്സർവ് ദാറ്റ് യു ഹാവ് നോട്ട് ഓപ്പറേറ്റഡ് യുവർ അക്കൗണ്ട് held with us and also has not maintaining sufficient balance for the period of more than 6 months. ഞാൻ അത് ഉപയോഗിക്കാല്ലേ പറഞ്ഞില്ല, കത്തിയാണ് ഉമ്മാര്. ഞാൻ കുറച്ചു കാലം ഉപയോഗിച്ച് നോക്കി, പിന്നെ ഭയങ്കര കത്തിയാണ്. പിന്നെ പോരാത്തിന് 25,000, 50,000. അത് നിങ്ങളുടെ പിൻകോഡ് അനുസരിച്ചിട്ടാണ് ഇവരുടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്നത് വരിക. ഏറ്റവും കുറവ് 25,000 കൊണ്ടുവരിക. ഭയങ്കര കത്തി എന്ന് പറഞ്ഞാൽ കത്തിയുടെ ആശാന്മാരാണ് കേട്ടോ. അപ്പോൾ അതും ഒരു പൈസയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മാര് ഫൈന പിടിക്കുക. ശരിക്കും RBI റൂൾ അനുസരിച്ച് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് കാണിക്കാൻ പാടില്ല എന്നാണ് റൂള്. പക്ഷെ ഉമ്മാരൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ഗുണം അതാണല്ലോ, ആരും ഫോളോ ചെയ്യില്ലൊന്നും. അപ്പോൾ ശരിക്കും ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കേസ് സംഭവം കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ എന്തൊരു ഉണ്ടാക്കിയ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആസ് പെർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ ബാങ്ക് എന്നാണ് RBI എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. യു ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ബാലൻസ് ഇൻ യുവർ അക്കൗണ്ട്. ഫർദർ യു ആർ ഓൾസോ റിക്വയർഡ് ടു പേ ഓൾ ചാർജസ്, ഫീസ് ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ഇനി ഇത് ആക്റ്റീവ് ആക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ മൈനസ് ബാലൻസ് ഫുൾ അടക്കേണ്ടി വരും. എനിക്ക് വെറുതെ കാശ് കൊടുക്കാൻ നമുക്ക്, ഞാൻ പറയുന്നില്ല എന്താ പറയാ, അത് എന്നിട്ട് വി വുഡ് ലൈക്ക് ടു എൻജോയ് ദ സർവീസ് ഓഫ് യുവർ അക്കൗണ്ട് ബൈ റീആക്ടിവേറ്റിംഗ്. ഒരു എൻജോയും ഇല്ല, അവന്മാർക്ക് എൻജോയ് ഉണ്ടാവുള്ളൂ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ മെത്തേഡ് പറഞ്ഞേക്കാണ്. നിങ്ങൾക്ക് ഒരു ഡോർമെന്റ് അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യണമെങ്കിൽ ഈ 2 മെത്തേഡാണ്. ഇതെല്ലാം അത് RBI റൂളാണ്. ഏത് അക്കൗണ്ട് ആയാലും സബ്മിറ്റിംഗ് KYC ഡോക്യുമെന്റ് ദാറ്റ് യുവർ നിയറസ്റ്റ് ബ്രാഞ്ച്, മേക്കിംഗ് എ വിഡ്രോവൽ ഓർ ഡെപ്പോസിറ്റ് ഇൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അക്കൗണ്ട് ഡോർമെന്റ് അക്കൗണ്ട് റീആക്ടിവേറ്റ് ഔട്ടാം. ഇതിൽ പറഞ്ഞിട്ടുണ്ട് വിത്തിൻ ദ നെക്സ്റ്റ് 30 days ഓഫ് ദിസ് ലെറ്റർ ഫോളോയിങ് വിച്ച് ദ ബാങ്ക് വിൽ ബി കൺസ്ട്രെയിൻ ടു ക്ലോസ് യുവർ അക്കൗണ്ട് വിത്തൗട്ട് എനി ഫർദർ റെഫറൻസ്. അതായത് നമ്മൾ ഇനിയുള്ള 30 ദിവസത്തിൽ ഈ ലെറ്റർ കിട്ടിയിട്ട് 30 ദിവസത്തിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. On account closure, your ATM, debit card and checkbook will be cancelled. Standing instruction, അതായത് email ആണ്. ECS banking facilities will be removed from your account and checks. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ബാങ്ക് ഷാൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഓർ ലയബിൾ ഫോർ എനി കോൺസിക്വൻസസ് അറൈസിംഗ് ഡ്യൂ ടു ദ ക്ലോഷർ ഓഫ് യുവർ അക്കൗണ്ട്. അതായത് നമ്മുടെ ഈ അക്കൗണ്ട് ആയിട്ട് എന്തെങ്കിലും EMI അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ സംഭവം ബാങ്ക് ഉത്തരവാദി ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം നമുക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതിന് നമ്മുടെ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ RBI റൂൾ അനുസരിച്ച് ഇത് ആക്ച്വലി ഒരു മൈനസ് ബാലൻസ് കീപ്പ് ചെയ്യാനേ പാടില്ല. അതന്നെ റൂള് തെറ്റാ. എന്നിട്ടാണ് നമ്മളെ പേടിപ്പിക്കാൻ അങ്ങനത്തെ ലെറ്റർ സംഭവം അയച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വഴി. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും മൈനസ് ബാലൻസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഹൈ എമൗണ്ട് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അക്കൗണ്ടിലേക്ക് ഇത് തിരിഞ്ഞു നോക്കാനേ പോണ്ട. ചിലപ്പോൾ അവന്മാരെ വിളിച്ചിട്ട് പറയും സിബിൽ സ്കോർ ഡാമേജ് ആവും എന്നൊക്കെ പറയട്ടാണ്. സിബിൽ സ്കോർ ആയിട്ട് ഇതിനൊരു 7 ലക്ഷത്ത് ബന്ധമൊന്നുമില്ല. മറ്റേത് ഇത് ചേട്ടനാണെങ്കിൽ മറ്റേത് എന്താ പറയാ
അപ്പുറത്തെ വീട്ടിലത്തെ ആളാണ്, അങ്ങനത്തെ ബന്ധമാണ്. അപ്പോൾ അതൊരു ബന്ധമില്ല, ക്രെഡിറ്റ് ആയിട്ട് മാത്രം സിവിൽ സ്കോറിന് ബന്ധമുള്ളൂ, നമ്മുടെ കയ്യിലുള്ള ക്യാഷായിട്ട് സിവിൽ സ്കോറിന് ഒരു ബന്ധമില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ബാങ്ക് നിങ്ങൾക്ക് ഇത് മൈനസ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് വിടാൻ നല്ലത്. എന്ന് വെച്ചാൽ മാക്സിമം ഒരു കൊല്ലമായി കഴിഞ്ഞാൽ അത് ഡോർമെന്റ് അക്കൗണ്ട് ആവും. അപ്പോൾ ഡോർമെന്റ് അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ആ മൈനസ് ബാലൻസ് ഫുള്ള് തിരിച്ച് സീറോ ആക്കാൻ പറയും. വേറെ പണിയൊന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, പണ്ടത്തെ പോലെയൊന്നുമല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും അക്കൗണ്ട് വെച്ച് ഇത് വീട്ടിൽ ഉപയോഗിക്കാം. പിന്നെ സാലറി അക്കൗണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇതുപോലെ EMI സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അത് ആക്ടിവേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് ക്ലോസ് ആയിക്കോളും ഇതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു ലെറ്റർ നിങ്ങൾക്ക് ചിലപ്പോൾ വരും, അതായത് നിങ്ങൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആവശ്യമില്ലെങ്കിൽ വിടുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽ കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്പോർട്ടുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GHS വേൾഡ് കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളതിൽ ഫൈനാൻഷ്യലും ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ, മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് jmg.banksupport.in നോക്കാത്തൊരു പോയി നോക്കി നോക്കുക, നിങ്ങൾക്ക് അതിൽ കൂടെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ തന്നെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്ക് ത്രൂ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് പ്രൊവൈഡ് നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ നമ്മൾ അവൈലബിൾ ഉണ്ട്, എല്ലാത്തിലും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അടുത്ത കാണാം, ബൈ.